അർജുന, സംസ്ഥാന സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതായത് ചെയ്തു കൂട്ടിയ പാപത്തിന്റെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ട് പിണറായി വിജയൻ ചെയ്യുന്നതാണ് എന്നുള്ള കരക്കമ്പികൾ ഇങ്ങനെ പരക്കുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ, കൃത്യമായിട്ടുള്ള കേരളത്തിലെ ഈഴവ മറ്റ് OBC വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ കൃത്യമായി കൂടെ കൂട്ടാനുള്ള ഒരു ലക്ഷ്യത്തോടെയുള്ള പരിപാടിയാണ്. മുസ്ലിം വോട്ട് കിട്ടില്ല എന്ന് കരുതി ചെയ്യുന്ന കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകളെ അതിൽ കൂട്ടുപിടിച്ചുകൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഗുരുതരമായ ചില കാര്യങ്ങളുണ്ട്. ആരാണ് ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്? ഒരു കാലഘട്ടത്തിൽ അയ്യപ്പനെയും അയ്യപ്പ വിശ്വാസത്തെയും മൊത്തം തള്ളിപ്പറയുകയും അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു അവിടെയുള്ള പ്രതിഷ്ഠയുടെ ആ പവിത്രത തന്നെ തകർത്ത് കളയുന്ന രീതിയിലേക്ക് ആക്ഷേപം ഉന്നയിക്കുകയും വീട്ടിൽ പോയി രണ്ട് അവിശ്വാസികളായ സ്ത്രീകളെ, അവർ ആർത്തവ രക്തം കലർന്ന ഈ തുണി കയ്യിൽ കരുതിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അന്ന് പ്രചരിച്ച വാർത്തയാണ്. അങ്ങനെയാണെങ്കിൽ പോലും അത്തരമുള്ള സ്ത്രീകളെ പോലീസിന്റെ അകമ്പടിയോടുകൂടി വീട്ടിൽ പോയി വിളിച്ചു കൊണ്ടുവന്ന് അവർക്ക് താമസമൊരുക്കി ഇരുട്ടിന്റെ മറവിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ കൊണ്ടുപോയി ശബരിമലയിൽ കയറ്റിയ സർക്കാർ ഇന്ന് പറയുകയാണ് അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. മാത്രവുമല്ല, ഈ പറയുന്ന അയ്യപ്പ ഭക്തജന സംഘടനകളുണ്ട്. അയ്യപ്പ സേവാ സമിതി പോലുള്ള, അയ്യപ്പ സേവാ സംഘം പോലുള്ള ഈ ഒരു പ്രത്യേക പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്തതാണ് അയ്യപ്പ സേവാ സംഘമൊക്കെ. ഒരുപാട് കാലമായി ആളുകൾക്ക്, ഭക്തന്മാർക്ക് അന്നദാനം കൊടുക്കുന്ന, അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന സംഘടനകളുണ്ട്. അവരെ ഒന്നും വിളിക്കാതെ ഒരു പ്രത്യേക ആളുകളെ മാത്രം വിളിച്ചുകൊണ്ട് ഈ പറയുന്ന അയ്യപ്പ സംഗമം നടത്തുകയാണ്. എന്ത് അർഹതയാണ് ഇവർക്കുള്ളത് ഈ അയ്യപ്പ സംഗമം നടത്താൻ? ഇത് മറ്റൊന്നുമല്ല, നമുക്കറിയാം ഇനിയിപ്പോൾ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പതിവാക്കിലെത്തി നിൽക്കുകയാണ്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇപ്പോൾ മുസ്ലിം വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ CPM ബോധ്യപ്പെട്ടു, വൻതോതിൽ മുസ്ലിം വോട്ട് ലഭിക്കില്ല എന്ന് CPM ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ആറ്റിങ്ങൽ, ആലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ BJP നല്ലൊരു വളർച്ച നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഹിന്ദു വോട്ട്, തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള ഹിന്ദു വോട്ട് തിരികെ ലഭിക്കാൻ വേണ്ടിയിട്ടും വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുമാണ് CPM ഈ അയ്യപ്പ സംഘവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ മറ്റൊന്ന്, വെള്ളാപ്പള്ളിയുടെ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം അദ്ദേഹം എല്ലാം ഇതിന് പിന്തുണയ്ക്കുകയാണ്. പക്ഷെ അതിന്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു നല്ല ബിസിനസ്മാനാണ്. അദ്ദേഹത്തിന് ഈ സർക്കാരിനെ കൊണ്ട് പലതും നേടാനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പിന്തുണയ്ക്കുന്നത്. ആ രീതിയിൽ കണ്ടാൽ മതി. അല്ലാതെ അദ്ദേഹത്തിന്റെ പിന്തുണ മൊത്തം SNDPയുടെ പിന്തുണയായിട്ട് കണക്കാക്കാമാകുമോ എന്നുള്ളത് എനിക്കറിയില്ല. അത് മാത്രമല്ല, NSSന്റെ പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. NSSന്റെ പിന്തുണ ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ്. KB ഗണേഷ് കുമാർ NSS ആസ്ഥാനം സന്ദർശിച്ചത്. അദ്ദേഹത്തിന്റെ ഒപ്പം മറ്റേ ദേവസ്വം ബോർഡ് മെമ്പർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു നോമിനി ആയിട്ടുള്ള ബാലഗോപാൽ എന്നൊരു വ്യക്തിയായിരുന്നു ദേവസ്വം ബോർഡ് മെമ്പർ. അദ്ദേഹത്തെയാണ് ഈ പറയുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതും അവർക്കും വ്യക്തിപരമായിട്ടുള്ള പല താല്പര്യങ്ങളുണ്ട്. അല്ല, NSSന്റെ വൈസ് പ്രസിഡന്റ് തന്നെ ഈ പറയുന്ന പോലെ സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വിടുന്നുണ്ട്. സംഗീത് കുമാർ. അതെ, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇവർക്കൊക്കെ വളരെ കൃത്യമായ ചില ഉറപ്പുകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. SNDPയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശന് ഏറ്റവും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണ്. ഇത്രയും സേഫ് ആയിട്ട് തനിക്കെതിരെയുള്ള അന്വേഷണങ്ങളെല്ലാം പൂഴ്ത്തി വെക്കാനും എല്ലാ കാര്യങ്ങളും ഒരു കൃത്യതയോടുകൂടി ബലവത്തായി കൊണ്ടുപോകാനും ഒക്കെ പോട്ടെ. ഈ പറയുന്ന PC ജോർജ് ചില വർഗീയ പ്രസ്താവനകൾ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് PC ജോർജിനെതിരെ പെട്ടെന്ന് കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനും മലപ്പുറം ജില്ലയെ പറ്റിയും മുസ്ലിങ്ങളെ പറ്റിയും ഒക്കെ നിരന്തരമായി വർഗീയത പറഞ്ഞിട്ടുണ്ട്. അതെ, എന്തൊക്കെ പറഞ്ഞു. ഇന്നേ വരെ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാൻ ഇവിടത്തെ മുഖ്യമന്ത്രിയോ ഇവിടുത്തെ പോലീസോ ഇവിടുത്തെ പിന്നെ ഈ ഗവൺമെന്റോ പാർട്ടി പോലും CPMന്റെ ഭാഗത്തുനിന്ന് പോലും ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. അതിനൊന്നും ന്യായീകരിക്കാൻ, അല്ലെ അതൊന്നും ഈ പറയുന്ന പ്രതികരിക്കാൻ ഇവിടുത്തെ CPMമാരെ കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് അതൊക്കെ വലിയ കാര്യമാണ്. അല്ല, പിണറായി വിജയൻ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ ഗുരു സ്ഥാനത്തിന് തുല്യനാണ് എന്നുള്ളതാണ്, ഗുരുവിന്റെ സ്ഥാനത്തിന് തുല്യനാണ് എന്നുള്ളതാണ് പിണറായി വിജയൻ പറഞ്ഞത്. മാത്രമല്ല, ശ്രീനാരായണ ഗുരു ചെയ്തത് ഇന്ന് ആവർത്തിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നെ എന്താണ് അദ്ദേഹം ഉദ്ദേശം മനസ്സിലായി. ഞാൻ അദ്ദേഹത്തെ തെറ്റു പറയുന്നില്ല. കാരണം അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് അദ്ദേഹത്തിന്റെ മുന്നോട്ട് പോക്കാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ബിസിനസ് അദ്ദേഹത്തിന് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ് വ്യാപിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ഗവൺമെന്റിനെ പിന്തുണച്ചേ മതിയാവുള്ളൂ, അധികാര സ്ഥാനത്തുള്ളവരെ പിന്തുണച്ചേ മതിയാവുള്ളൂ. അതല്ലാതെ SNDP യോഗത്തിലുള്ള ഈ പറയുന്ന ദരിദ്രനാരായണന്മാരെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പക്ഷെ വെള്ളാപ്പള്ളിയുടെ ഒരു ബുദ്ധി നമ്മൾ കണ്ടു തന്നെ ഇരിക്കണം. ഞാൻ പറയാം, മികച്ച ബിസിനസ്മാൻ അല്ല. ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിനെ വളരെ കൃത്യമായി കൊണ്ടുപോകുന്നു, മറുഭാഗത്ത്
BJPയെ വളരെ കണ്ണിങ് ആയിട്ട് BJPക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് BJPയുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടി തന്നെ SNDPയുടെ ഭാഗമായി ഉണ്ടാക്കി രൂപീകരിച്ചുകൊണ്ട് അതിൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് വോട്ട് CPMനും കുറച്ച് വോട്ട് BJPക്കും കൊടുത്തുകൊണ്ട് അതിനെ കണ്ട് പുഞ്ചിരിച്ച് പിന്നെ പിണറായി വിജയൻ പോയി വെള്ളാപ്പള്ളിയെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് ഞങ്ങൾ BJPക്കെതിരാണ് എന്ന് പ്രസംഗിക്കുന്നു, ഞങ്ങൾ മറ്റുള്ള വർഗീയവാദികൾക്കെതിരാണ് എന്ന് പറയുന്നു. വർഗീയവാദി നിരന്തരം വർഗീയവാദം പറയുന്ന വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ച് ഒരു കേസ് പോലും എടുക്കാതെ പോയി കെട്ടിപ്പിടിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ആയുധമെടുത്ത് പോരാടിയനെ. കാരണം ഇത്തരം സംസാരങ്ങൾ കേട്ടിട്ട് അദ്ദേഹത്തിന് തന്നെ വട്ടായി പോവായിരുന്നു. കാര്യം എന്തൊക്കെയാണ് പറയുന്നത്? ശ്രീനാരായണ ഗുരുദേവന് തുല്യമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് കേൾക്കുന്ന ആരെങ്കിലും അത് എന്താണ് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട് എന്നല്ലേ പറയുക? അല്ല, അതൊരിക്കലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് പറ്റിയതല്ല. അവര് തമ്മിലുള്ള നെക്സസ് വളരെ വലുതാണ്. അല്ല, ഈ നെക്സസ് മനസ്സിലാക്കാൻ എന്താണ് ഇവിടുത്തെ CPMന്റെ അടിമകൾക്ക് മനസ്സിലാവാത്തത്? അടിമകൾക്ക് മനസ്സിലാവില്ലല്ലോ. അടിമകളും ഈ പറയുന്ന സാധാരണപ്പെട്ട ജനങ്ങൾക്കും അത് മനസ്സിലായിരുന്നെങ്കിൽ അവരൊരിക്കലും സാധാരണ ജനങ്ങളായി തുടരില്ലല്ലോ. അപ്പൊ അതൊരു ബിസിനസ് മൈൻഡ് വെച്ച് ചിന്തിക്കുന്നവർക്ക് മാത്രമേ അവർ തമ്മിലുള്ള നെക്സസ് ഒക്കെ മനസ്സിലാവുള്ളൂ, അത് ബോധ്യപ്പെടുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇപ്പൊ NSSനും പല ഓഫർ ലഭിച്ചിട്ടുണ്ട്, പല സ്ഥാനമാനങ്ങൾ പല വ്യക്തികൾക്കും ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അതിന് ഒരു പാലം വലിച്ചത് ഗണേഷ് കുമാറാണ്. അപ്പൊ പിന്നെ അവർക്കും ആ ഒരു നിലപാടിലേക്ക് എത്തി നിൽക്കാമല്ലോ. മാത്രമല്ല ഇതിൽ നമ്മൾ വേറെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നമ്മൾ കൃത്യമായി ഈ കാര്യം ഒന്ന് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ വിധി അത് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത്തരത്തിലൊരു വിധി വന്നത്. കാരണം സുപ്രീം കോടതി പരിഗണിക്കുക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മിറ്റിയും അവിടുത്തെ സർക്കാരും എന്ന് പറയുന്നു. അവിടുത്തെ പ്രാദേശികമായ ആളുകളുടെ വികാരത്തെ മാനിക്കാതെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യില്ലല്ലോ. അപ്പൊ സംസ്ഥാന സർക്കാർ ഒരിക്കൽ VS അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി സമത്വം, ജാതി, മത ഭേദമന്യീകരണം എന്ന് പറഞ്ഞുകൊണ്ട് അഫിഡവിറ്റ് കൊടുക്കുന്നു. അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും പാലിച്ചുകൊണ്ട് വേണം അവിടെ ആളുകൾ കയറേണ്ടത് എന്ന് കോൺഗ്രസ് അഫിഡവിറ്റ് കൊടുക്കുന്നു. പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ തന്നെ കൃത്യമായി അദ്ദേഹം ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത്തരത്തിലുള്ള അഫിഡവിറ്റ് അവിടെ കൊടുത്തു. വീണ്ടും പിണറായി സർക്കാർ വരുന്നു. പിണറായി സർക്കാർ മാറ്റിക്കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് വിധി വരുന്നത്. ഇന്ന് ആ അഫിഡവിറ്റ് വരെ മാറ്റിക്കൊടുക്കാൻ ആരാലോചിക്കുന്നു എന്നാണ് വാർത്ത. സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു. ഈ പ്രയർ ബാലകൃഷ്ണൻ അന്ന് NSSന്റെ ഒരു നോമിനി ആയിരുന്നു. ഇന്ന് അതേ NSS തന്നെ ഈ സർക്കാരിന് അനുകൂലമായിട്ട് ഒപ്പം നിൽക്കുന്നു. അപ്പൊ അത് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിന്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ഥാനമാനങ്ങളും ഈ പറയുന്ന പോലെ വൻ നേട്ടങ്ങളും ആർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ നിലപാടുകൾ മാറാം. പിന്നെ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും മതവിശ്വാസിയാവാനോ ഒരു മതവിശ്വാസിക്ക് ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരനാവാനോ കഴിയുന്നില്ല. പക്ഷേ ധാരാളം മതവിശ്വാസികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന ചോദ്യമുണ്ട്, പല പാർട്ടിക്കാരൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എവിടെയാണ് മതവിശ്വാസത്തെ എതിർത്തത്? ആരാണ് മതവിശ്വാസി ആവരുത് എന്ന് പറഞ്ഞത്? സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വശാസ്ത്രവും മൂലധനവും ഒക്കെ വായിക്കുന്ന ആളുകൾക്ക് കൃത്യമായി മാർക്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവേണ്ടതിന്റെ ബേസിക് എന്താണ്, ഒരു മാർക്സിസ്റ്റുകാരനാവേണ്ടതിന്റെ ബേസിക് എന്താണ്? അവിടെ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലും വരുന്നില്ല. ഭൗതികതയ്ക്ക് മാത്രമാണ് പ്രാധാന്യം, മനുഷ്യനും ഭൗതികതയ്ക്ക് മാത്രമാണ് പ്രാധാന്യം. അവിടെ ആത്മീയതയ്ക്ക് ഒരു പ്രാധാന്യവും വരുന്നത്. ആത്മീയത എന്ന് പറയുന്ന ഒരു സാധനം മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളാണ്. അവർ ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി എന്ത് പറയുന്നു? മതം കലർത്തുന്നു, ദേവസ്വം ബോർഡ് ഉണ്ടാക്കുന്നു, കമ്മിറ്റികളിൽ വരെ CPM കയറി കൂടുന്നു. ഇതൊക്കെയാണല്ലോ നടക്കുന്നത്. അല്ല, നമ്മൾ അത് അവരുടെ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ കൊണ്ട് മാത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതിയല്ലോ. G. സുധാകരൻ പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന മേൽശാന്തിമാർ അടിവസ്ത്രം ധരിക്കാത്ത വ്യക്തികളാണെന്നുള്ളതാണ് G. സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. MM മണി പറഞ്ഞിട്ടുള്ളത് സർക്കാരിന്റെ ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കൊരു പെൺപട തന്നെയുണ്ട്, വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ പടയും ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ പ്രവേശിക്കും എന്നുള്ളതാണ് MM മണി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ സ്വരാജ് നമുക്കറിയാമല്ലോ, ഈ പറയുന്ന അയ്യപ്പനെ വിവാഹം കഴിപ്പിക്കുന്ന ഒരു പ്രസ്താവന വരെയാണ് സ്വരാജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ശ്രീമതി ടീച്ചർ ഈ പറയുന്ന സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നത് എന്താണ്, അവരുടെ നനഞ്ഞ ഇറുകിയ വസ്ത്രങ്ങൾ ബോഡി കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുക പറഞ്ഞത് ഇതാണ്. പിന്നെ ഇനി മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖാവ് മത്തായി ചാക്കോ മരിച്ചപ്പോൾ ആണ് മറ്റു ബിഷപ്പ് പറഞ്ഞത് അദ്ദേഹം അന്ത്യകൂദാശ നടത്തിയിരുന്നു എന്ന് പറഞ്ഞത്. ആ ബിഷപ്പിനെ എന്ത് പ്രയോഗമാണ് മുഖ്യമന്ത്രി നടത്തിയത്? അത് നമ്മൾ നികൃഷ്ട ജീവി എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ആലപ്പുഴയിലെ ഡോക്ടർ KS മനോജ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം CPMന്റെ പാർലമെന്റ് സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു. പിന്നീട് അദ്ദേഹം എന്താണ് പാർട്ടി വിട്ടുപോകാനുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, കാരണം ഒരു മതശാസന പാലിക്കാൻ CPM അനുവദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം പാർട്ടി വിട്ടുപോയത്. ഇന്നും ഒരുപാട് സ്വതന്ത്രം ഉണ്ടല്ലോ, ഈ പറയുന്ന KT ജലീൽ, അതോടൊപ്പം തന്നെ മറ്റു V. അബ്ദുറഹ്മാൻ, ഒരുപാട് സ്വതന്ത്രം ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവർ DYFIയുടെ ഈ പറയുന്ന മെമ്പർഷിപ്പ് എടുക്കാത്തത്? അവർക്കറിയാം
കാരണം പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മതവിശ്വാസത്തിന് കോട്ടം വരുമെന്ന് അവർക്കറിയാം. അതുമാത്രമല്ല, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് മതവിശ്വാസം പാടില്ല, ഇത് മറ്റു പാർട്ടികൾ പോലെയല്ല, മതവിശ്വാസം പാടില്ല എന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അല്ല, ഇതൊക്കെ വ്യക്തമാക്കുമ്പോഴും ആഗോളതലത്തിൽ ഒരു അയ്യപ്പ സംഗമം നടത്താൻ ഇവർ തീരുമാനിക്കുന്നതിന്റെ പുറത്ത് ജോത്സ്യന് പറഞ്ഞതാണോ, ഇനി അതല്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രം അയ്യപ്പനെ മാത്രം വെച്ചുകൊണ്ട് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്തുകൊണ്ടാണ്? ചോറ്റാനിക്കര അമ്പലത്തിൽ ഒരു വലിയ ഈ അടുത്ത് വലിയൊരു പ്രാധാന്യത്തോടെയുള്ള ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഒരു ചോറ്റാനിക്കര ഭക്തരെ ചേർത്തുകൊണ്ട് ഒരു സംഗമം എന്താ ഇവിടുത്തെ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കാത്തത്? മലബാറിൽ എത്രയോ വലിയ ക്ഷേത്രങ്ങളുണ്ട്. മലബാറിൽ ഇപ്പം കണ്ണൂരിലെ രാജരാജേശ്വര ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ ഒന്നും തന്നെ എന്താ സംഗമം സംഘടിപ്പിക്കാത്തത്? ഇനി നേരെ തിരിച്ച് നമ്മൾ എന്താണ് തിരുവിതാംകൂറിലേക്ക് തന്നെ വന്നാൽ, അയ്യപ്പ ക്ഷേത്രം മാത്രമല്ലല്ലോ തിരുവിതാംകൂറിലുള്ളത്. തിരുവിതാംകൂറിൽ വളരെ പ്രധാനപ്പെട്ട എത്ര ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അവിടെ ആളുകളെ സംഘടിപ്പിച്ചെന്താ സംഗമം വെക്കാത്ത? അതൊന്നും ഇവർ ചെയ്യില്ല. ഗുരുവായൂർ ലോകമാകമാനം അറിയുന്ന ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം, അല്ലെ? ആ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളെ ചേർത്ത് ഞങ്ങൾ ഒരു ശ്രീകൃഷ്ണ ഭക്ത സംഗമം, ഇവിടെ ഇസ്കോണിന്റെ നേതൃത്വത്തിൽ ലോകത്താകമാനം ശ്രീകൃഷ്ണ ഭക്തന്മാരുണ്ട്, ലോകത്താകമാനം, റഷ്യയിൽ ഉൾപ്പെടെ. അവിടെയുള്ളത് ഈ പറയുന്ന ഗുരുവായൂരിലെ കൃഷ്ണനെ അതേ രീതിയിൽ ആരാധിക്കുന്ന വ്യക്തികളാണ്. എന്തുകൊണ്ടാണ് ഇവര് ഈ ലോക കൃഷ്ണ ഭക്ത സംഗമം നടത്താത്തത്? ഇതൊന്നും ചോദ്യം ചെയ്യാൻ നട്ടലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇന്ന് ആ പാർട്ടിയിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത് മാറിപ്പോയിരിക്കുന്നത്. കോൺഗ്രസ് അന്നും ഇന്നും എടുത്ത നിലപാട് എന്ന് പറയുന്നത് അത് വ്യക്തമായ നിലപാടെടുത്തു ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കോൺഗ്രസ് എടുത്ത നിലപാട് അന്ന് കെ സുധാകരന്റെ നേതൃത്വത്തിൽ നിലയ്ക്കലിൽ വിശ്വാസ സംരക്ഷണ ഈ ഇത്തരം വിഷയങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സംഗമം സംഘടിപ്പിച്ചു. കൃത്യമായ നിലപാട് അന്ന് തന്നെ സ്വീകരിച്ചു. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു BJP ഒക്കെ ഈ സമരത്തിലേക്ക് തന്നെ വരുന്നത്. അല്ല, ഇത് അത് മാത്രമല്ല, ഇതിന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് MK സ്റ്റാലിനാണ്. നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന്റെ പുത്രൻ എന്താണ് പറഞ്ഞത്, സനാതന ധർമ്മത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത്? സനാതന ധർമ്മം എന്നുള്ളത് ക്യാൻസർ ആണ് എന്നുള്ളതാണ്, അശീലമാണ് എന്നുള്ളതാണ്. അല്ല, അത് MV ഗോവിന്ദൻ പറഞ്ഞല്ലോ, MV ഗോവിന്ദൻ തന്നെ തുറന്നു പറഞ്ഞല്ലോ, സനാതന ധർമ്മം എന്ന് പറയുന്നത് അത് അശീലമാണ് എന്നുള്ളതാണ് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്പീക്കർ ഷംസീർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗണപതി എന്നുള്ളത് മിത്താണ് എന്നുള്ളത് തന്നെയാണ് ഷംസീർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം വെറുതെ വോട്ട് ബാങ്ക് ലക്ഷ്യം കണ്ടുകൊണ്ട് മാത്രം അല്ല, എന്തായാലും ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിക്കുമ്പോൾ അതിൽ വിശ്വാസമുള്ള, ഇത്രയും കാലം ശബരിമലയ്ക്ക് വേണ്ടി നിന്ന ആ അയ്യപ്പ ഭക്തജന സംഘം ഉൾപ്പെടെയുള്ള, അയ്യപ്പ സേവാ സംഘം ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ ഒഴിവാക്കി, ഭക്തന്മാരെയൊക്കെ ഒഴിവാക്കി, അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ ഒഴിവാക്കി, പ്രതിപക്ഷത്തെയും BJPയും ഒക്കെ ഒഴിവാക്കി, ഇവർ മാത്രം ചേർന്നുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് അയ്യപ്പ ഭക്ത ജനസംഘമാണ് സംഘടിപ്പിക്കുന്നത്. അപ്പൊ ആ സംഗമത്തിൽ പിണറായി ഉൾപ്പെടെ ശരണം വിളിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.